हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കർമ്മയോഗം. ആദ്യം ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയാം, അതിനുശേഷം നമുക്ക് ശ്ലോകങ്ങൾ തുടങ്ങാം. അപ്പോൾ 2-ാമത്തെ അധ്യായം സാഖ്യയോഗമായിരുന്നു. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് താൻ എന്തിനാണ് കർമ്മം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു. കാരണം ഞാൻ ബന്ധുക്കളെ ഒന്നും കൊല്ലാൻ പറ്റില്ല, ഞാൻ എന്തായാലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് വിഷണ്ണനായിട്ട് തേർത്തട്ടിലിരിക്കുന്ന അർജുനനോട് നീ യുദ്ധം ചെയ്തേ പറ്റൂ, അത് നിൻ്റെ കർമ്മമാണ്, ക്ഷത്രിയ ധർമ്മമാണ് എന്ന് ഉപദേശിച്ച് അതിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ അർജുനനോട് ഭഗവാൻ ഇടയ്ക്ക് കളിയാക്കുന്നുമുണ്ട്. നീ ഒരു ക്ഷത്രിയനല്ലേ, നീ ഒരു വീരപുരുഷനല്ലേ, നീ ക്ലൈബ്യനാവരുത് ഒരിക്കലും, ആണും പെണ്ണും കെട്ടത് സ്വഭാവം നീ കാണിക്കരുത്, സ്വപ്നം എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് നീ തിരിച്ചറിയണം. അപ്പോൾ നിൻ്റെ ജോലി ഒരു ക്ഷത്രിയ ധർമ്മമാണ്, യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് നീ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് യുദ്ധത്തിൽ എന്തായാലും നീ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ പിന്തിരിഞ്ഞോടുന്നത് വീരപുരുഷൻ്റെ ലക്ഷണമല്ല. ഞാനാണല്ലോ ഇവരെയൊക്കെ കൊല്ലേണ്ടത് എന്നല്ലേ നിൻ്റെ ചിന്ത, അതാണ് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവരെല്ലാം ദേഹങ്ങളാണ്, ഇവരുടെ ജീവന് ഒന്നും സംഭവിക്കുന്നില്ല, ദേഹത്തെ മാത്രമേ നീ കൊല്ലുന്നുള്ളൂ. ആ ദേഹം അല്ലെങ്കിലും പഴയ തുണി നമ്മൾ മാറ്റുന്നത് പോലെ, നമ്മൾ കുറേ കാലം ഉപയോഗിച്ച ഒരു വസ്ത്രം പിഞ്ഞി ഇനി ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ നമ്മുടെ ശരീരവും എല്ലാ കർമ്മങ്ങളും ആ ജന്മത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഉപയോഗശൂന്യമാവുമ്പോൾ നമുക്ക് വലിച്ചെറിഞ്ഞേ പറ്റൂ. അതാണ് ജഡമായിട്ട് മാറുന്നത്. ആ ജീവൻ മറ്റൊരു ദേഹം തേടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങനെയുള്ള ഈ കീറിയ തുണി വീണ്ടും നമ്മൾ ധരിക്കില്ലല്ലോ, അതേപോലെ തന്നെയുള്ളൂ. അപ്പം നീ അവരെ കൊല്ലുന്നു എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. ഇനി നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയും വരുന്നുണ്ട് അവിടെ. എന്താണ്, നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എല്ലാവരും നിന്നെ ഭീരു എന്ന് വിളിക്കും. മാത്രമല്ല പഴയകാല കഥകളെല്ലാം പറയും, നീ എത്രയോ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്, നീ എത്രയോ യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെന്ത് പറയും, എല്ലാ ആൾക്കാരുടെയും മുന്നിൽ നീ ഒരു പരിഹാസപാത്രമായിട്ട് മാറും. കാരണം അവർ പറയും, അന്ന് എന്തൊക്കെയോ ട്രിക്ക് കാണിച്ചിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ, ജയിച്ചു എന്നേ ഉള്ളൂ, കൊപ്പിടിച്ച് പാസ്സായി എന്ന് പറയുന്ന മാതിരി, നിൻ്റെ കഴിവുകൊണ്ടൊന്നല്ല നീ ജയിച്ചതെന്ന് പറയും. എന്തിനാണത് പറയാൻ നിൽക്കുന്നത്, അതൊക്കെ ഭീരത്വമല്ലേ, ജനങ്ങളെല്ലാവരും കളിയാക്കും. നീ ജയിച്ചാൽ നിനക്ക് ഭൂമി കിട്ടും, അല്ല നീ മരിക്കുകയാണെങ്കിലോ നിനക്ക് മോക്ഷം അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിയാണ് ലഭിക്കുന്നത്. നീ പേടിച്ചോടിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ എന്താണ് കർമ്മരഹസ്യം എന്നുള്ളത് 2-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. ആ കർമ്മരഹസ്യം അറിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കും. പക്ഷേ എന്താണ്, നമ്മൾ കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണ്. നമുക്ക് കർമ്മഫലം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇത് കിട്ടണം എന്ന് വിചാരിച്ചല്ല ഒരാളും കർമ്മം ചെയ്യേണ്ടത്. അത് നീ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പിന്നെ യോഗബുദ്ധിയെ പറ്റിയിട്ട് വിവരിച്ചു കൊടുക്കുന്നു. ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെ പറ്റി വിവരിച്ചു കൊടുക്കുന്നു. ഈ സ്വന്തം കർമ്മം സ്വധർമാനുഷ്ഠാനത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും അർജുനന് കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്തത്. കാരണം ഏറ്റവും നല്ലത് ഒരു ജ്ഞാനി ആവുകയാണ്, യോഗി ആവുകയാണ് എന്നൊക്കെ അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്നോട് കർമ്മം ചെയ്യാൻ പറയുന്നു. ടോട്ടലി നമുക്കും
സാഖ്യശാസ്ത്രത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ മുഴുവനും തത്വങ്ങളാണല്ലേ. ആ തത്വങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്കും ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തപ്പോൾ വേണ്ടത്? കർമ്മം ചെയ്യണോ അതോ ജ്ഞാനിയാവണോ? സന്യാസം സ്വീകരിച്ച് കാട്ടിൽ പോകണോ? അത് പക്ഷേ 2-3 സ്ഥലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ നമ്മൾ ഞാൻ നാളെ മുതൽ സന്യാസിയാവാമെന്നും പറഞ്ഞ് പോയി കഴിയുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുന്നതും ധ്യാനിക്കുന്നതും തെറ്റാണ്. നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മൾ എന്തൊക്കെ വിഷയരസങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ പോയാലും അതെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. എല്ലാ കർമ്മങ്ങളും ഭഗവാനാണ് ചെയ്യിക്കുന്നത്. ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം. അല്ലാതെ ശപിച്ചോ അല്ലെങ്കിൽ അയ്യോ എനിക്കിത് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഇങ്ങനെ സങ്കടം പറഞ്ഞോ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ ലക്ഷണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യാതെ എല്ലാം വെടിഞ്ഞ് ജ്ഞാനാണ് ഏറ്റവും നല്ലത്, യോഗി ആവുകയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഉപദേശിച്ചല്ലോ ശ്രീകൃഷ്ണൻ. അതിനനുസരിച്ച് മെല്ലെ സന്യാസ ജീവിതം നയിക്കാം എന്നുള്ള ഒരു തീരുമാനം അർജുനൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നല്ലോ. ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ ജ്ഞാനിയായിക്കോളാം, ഞാൻ സന്യാസം സ്വീകരിച്ച് പോയിക്കോളാം, എന്നാലും എനിക്കിവരെ കൊല്ലാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ബലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ എന്നുള്ളത്. അങ്ങനെ കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ എന്ന് അർജുനനെ ഉപദേശിച്ചത്. അകർമ്മം തെറ്റാണ്. അകർമ്മത്തിൽ ഒരിക്കലും നീ താല്പര്യം കാണിക്കരുത്. അതിനുവേണ്ടിയാണ് ജ്ഞാനമാർഗം ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ വീണ്ടും സംശയം, അങ്ങനെയാണെങ്കിൽ എനിക്കും ആത്മശ്രേയസ് നേടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ എന്ത് മാർഗ്ഗമാണ് പിന്തുടരേണ്ടത്? ജ്ഞാനമാർഗ്ഗമാണോ കർമ്മമാർഗ്ഗമാണോ? വീണ്ടും സംശയമാണ്. അപ്പോൾ ഈ കഴിഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ, ഗുരുനാഥൻ എപ്പോഴും ശിഷ്യനോട് എന്തും പറഞ്ഞു കൊടുക്കാം. സംശയം ഉണ്ടെങ്കിൽ ശിഷ്യന് എന്തു ചോദ്യവും ഗുരുനാഥനോട് ചോദിക്കുകയും ചെയ്യാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷനാണ് അവിടെ, വാദപ്രതിവാദം പോലെയാണ്. കാരണം ഒരു ശിഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് ഗുരുവിൻ്റെ ഒരു കടമയാണ്. അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നീ അങ്ങനെ പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു ഗുരുവിൻ്റെയും ലക്ഷണമാണ്, നല്ലൊരു ഗുരുവിൻ്റെയും ലക്ഷണമാണ്. അപ്പോൾ വീണ്ടും ഈ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ബ്രഹ്മനിഷ്ഠ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മാർഗം എന്താണ്? ജ്ഞാനമാണോ കർമ്മമാണോ അതോ രണ്ടും കൂടി കൂടിയതാണോ അതോ രണ്ടും കൂടെ ഉപേക്ഷിക്കലാണോ? ഇതാണ് ഇപ്പം എൻ്റെ സംശയം. ജ്ഞാനം ചെയ്യണോ കർമ്മം ചെയ്യണോ രണ്ടും ചെയ്യണോ അതോ രണ്ടും ഉപേക്ഷിക്കണോ? ഇതാണ് എൻ്റെ സംശയമെന്ന് അർജുനൻ പറയണം. അപ്പം മനസ്സും അതാണ് അർജുനൻ്റെ സംശയം എന്നുള്ളത് ഈ ചോദ്യങ്ങളിൽ, അർജുനൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഭഗവാന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഒരു കർമ്മവും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറ്റും, ഞാൻ വെറുതെ ഇരിക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ചിന്ത പോലും ഇല്ലാതെ നമുക്ക് പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കുന്നതേ വിഡ്ഢിത്തരാണ്. അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തരാണ്. അപ്പോൾ ജനനം നമുക്ക് കൺട്രോളിലല്ല. ഞാൻ നാളെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാം എന്ന് പറയണത് നാളെ നമ്മൾ ജനിക്കാൻ പോകുന്നില്ല. മരിക്കുമോ? ഞാൻ നാളെ മരിക്കും, ഉറപ്പിച്ചു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ദൈവം നമ്മളെ എടുക്കേണ്ട ഒരു കാലഘട്ടം അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു സമയം വന്നെങ്കിൽ മാത്രമേ നമ്മൾ മരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചാലും ചിലർ രക്ഷപ്പെടുന്നത്. അവർക്ക് മരിക്കാനുള്ള സമയമായിട്ടില്ല. ഉറക്ക ഗുളിക 40 എണ്ണം കഴിച്ചു, ചിലർ 1 കഴിച്ചാൽ തന്നെ തട്ടിപ്പോവും. മറ്റേ 40 എണ്ണം കഴിച്ചാലും അവശനിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുള്ളൂ, പിന്നെയും തിരിച്ചു വരും ജീവിതത്തിലേക്ക്. അവരുടെ മരണത്തിൻ്റെ സമയം ആയിട്ടില്ല. ജനനവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മരണവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ജീവിതം നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? നമ്മളുടെ വിചാരം എന്താണ്? നമ്മളെല്ലാം നിയന്ത്രിച്ച് എല്ലാം വളരെ സമാധാനത്തോടു കൂടി കൊണ്ടുപോകുകയാണ് എന്ന്. അതാണ് നമ്മുടെ അഹങ്കാരം. അപ്പോൾ നമ്മൾ ഈ അഹങ്കാരം കൊണ്ട് പലതരം കർമ്മങ്ങൾ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ വാസനകളുണ്ടാവും. ആ വാസനകൾ നമ്മൾക്കനുസരിച്ച് അത് നേടാൻ വേണ്ടിയിട്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്യും.
അപ്പോൾ പുതിയ വാസനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ മുക്തി നേടണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ അർജുന. അത് ഈ കർമ്മയോഗം ഉണ്ടെങ്കിൽ പോലും കർമ്മയോഗം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടുക. അപ്പോൾ പണ്ടൊക്കെ ഈ വൈദിക കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാഗങ്ങൾ അനുഷ്ഠിക്കുക, എന്തെങ്കിലും പൂജകൾ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. അതായത് എപ്പോഴും എല്ലാവർക്കും അങ്ങനെ മാത്രം ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് വൈദിക കർമ്മത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതിലെ തത്വങ്ങൾ വികസിപ്പിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഭഗവത്ഗീതയിൽ കൊടുക്കുന്നത്. അതായത് പണ്ടുകാലത്ത് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ ഒന്നും കൂടെ വേറെ തരത്തിൽ, അതായത് ആത്മീയമായിട്ട് നീങ്ങണമെങ്കിൽ എപ്പോഴും യാഗമനുഷ്ഠിച്ചും പൂജാതി കർമ്മങ്ങൾ മാത്രം ചെയ്തും വേണമെന്നില്ല, നമ്മുടെ കർമ്മത്തെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും രണ്ടാമത്തെ അധ്യായത്തിൽ മുഴുവനായിട്ടും ഒരു ബ്രഹ്മനിഷ്ഠയെ പറ്റിയിട്ടും ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടും യോഗബുദ്ധിയെ പറ്റിയിട്ടും കർമ്മയോഗം നമ്മൾ അനുഷ്ഠിക്കണം, അതിലൂടെ വേണം ആത്മസാക്ഷാത്കാരം നേടാം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഭഗവാന് വീണ്ടും ടോട്ടൽ കൺഫ്യൂഷൻ, വിഭ്രാന്തി വരികയാണ്. മനസ്സിന് വീണ്ടും വിഭ്രാന്തി വരികയാണ്. എനിക്ക് ആകെപ്പാടെ മനസ്സിലാവുന്നില്ലല്ലോ ശ്രീകൃഷ്ണ, അങ്ങ് പറയുന്നത് മുഴുവനായിട്ടും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ജ്ഞാനിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസം സ്വീകരിക്കുക, നേരെ പോവുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത് നല്ലതായിട്ട്. വീണ്ടും താങ്കൾ എന്നെ എന്തിന് പ്രേരിപ്പിക്കുന്നത്? കർമ്മം ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആദ്യം അർജുനൻ്റെ മനസ്സ് എന്തായാലും ഞാൻ യുദ്ധം ചെയ്യില്ല എന്നായിരുന്നു. അത് മാറ്റി ഭഗവാന്റെ കുറേ വാദഗതികൾ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ചെയ്യാം, അതായത് ഇപ്പം തന്നെ തിരിച്ച് പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. എന്നാലും എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കുകയാണ് അർജുനൻ. എന്തിനാണ് യുദ്ധം ചെയ്യണ്ടെന്ന്? എന്തെങ്കിലും, അതായത് ഗുരു എന്തൊക്കെ പറയുമ്പോഴും നമുക്ക് അങ്ങോട്ട് വാദിച്ചു നോക്കാമല്ലോ. അപ്പം തനിക്ക് ജയിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? ഭഗവാൻ ഇങ്ങനെ വാദഗതികൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോയെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർമ്മയോഗം ബുദ്ധിയോഗത്തെ അപേക്ഷിച്ച് വളരെ ദുഷ്കരമാണ്, നിഷ്കൃഷ്ടമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭീരുത്വം പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു ഉത്കൃഷ്ട ഗുണമല്ലേ? അതിൻ്റെ വല്ല ചാൻസും ഭഗവാനിൽ നിന്ന് കിട്ടുമോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് അർജുനൻ. പക്ഷേ വീണ്ടും ഭഗവാൻ പറയുന്നത് എന്താണ്? ശത്രുക്കളെ നേരിടണം. നമ്മൾ എന്തിനാണോ വന്നിരിക്കുന്നത് ആ കർമ്മം നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ. അങ്ങനെ എന്തിനാണ് അങ്ങനെ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്നാണ് ഇനി അർജുനൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ വീണ്ടും എന്തിനാണ് ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ഇത്രയൊക്കെ വിശദീകരണം കൊടുത്തു കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം അർജുനന് കിട്ടുകയുണ്ടായില്ല. അപ്പോൾ യുദ്ധം ഉപേക്ഷിക്കുക തന്നെയല്ലേ നല്ലത്? കാരണം താങ്കളല്ലേ പറഞ്ഞത് ബ്രഹ്മനിഷ്ഠൻ എല്ലാവരിലും സമചിത്തത കൈവരുത്തണം എന്നെല്ലാം പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും തോന്നുന്നു യുദ്ധം വേണ്ടാന്ന്. അതുകൊണ്ട് എൻ്റെ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ ഭഗവാനെ എന്ന് അർജുനൻ വീണ്ടും പറയാണ്. അർജുനനാണ് ആദ്യം പറയുന്നത്. പക്ഷെ അത് നമുക്കിപ്പം വായിക്കാൻ പറ്റില്ല, അടുത്ത ദിവസം വായിച്ചു തരാം. അങ്ങനെ നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് എത്തി. ഇനി എന്താണ് ഞാൻ രണ്ടാമത്തേൽ മുഴുവനും ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ അങ്ങനെയാണ് ആയിത്തീരേണ്ടത്, കർമ്മം മാത്രം ചെയ്താൽ മതി, ഫലം താനേ വരും, അതിനെപ്പറ്റി ചിന്തിച്ച് ഉത്കണ്ഠ വേണ്ട ഉള്ളത്. അപ്പം നമ്മൾ വളരെ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അധ്യായമായിരുന്നു 2-ാം അധ്യായം. വീണ്ടും ഇനി കർമ്മയോഗത്തെ പറ്റിയിട്ട് വിശദീകരിച്ച് കൊടുക്കുകയാണ് 3-ാമത്തെ അധ്യായത്തിൽ. നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം ശ്ലോകങ്ങൾ.
ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.